ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. നാളെയാണ് യോഗിനി ഏകാദശി. ആഷാഢമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. യോഗിനി ഏകാദശി എടുക്കുമ്പോൾ നമുക്ക് ഐശ്വര്യവും സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവും. ഈ ഏകാദശി എടുക്കുന്നവർക്ക് ദോഷങ്ങളൊക്കെ മാറും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതും മാറും. സന്തോഷവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. ഇതിലുപരി ഏകാദശി എടുക്കുമ്പോൾ ഭഗവാനിലേക്ക് കൂടുതലായിട്ട് നമുക്ക് അടുക്കാനും കഴിയും. ഭഗവാന്റെ അവതാരമായ നാരായണനെയാണ് ഈ ഏകാദശിയിൽ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ദശമി ദിവസം നമ്മൾ സൂര്യൻ അസ്തമയത്തിന് മുന്നേ വളരെ സാത്വികമായ ഭക്ഷണം കഴിക്കാനേ പാടുള്ളൂ. ഈ ഏകാദശിക്ക് വിഷ്ണു സഹസ്രനാമവും വിഷ്ണു സ്തോത്രവും ജപിക്കുന്നത് അത്യുത്തമമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് കുളിച്ച് ശുദ്ധിയായി വിളക്കൊക്കെ കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഏകാദശി ദിവസം നമുക്ക് ഭഗവാനെ എന്തും സമർപ്പിക്കാം. എല്ലാം ഭഗവാൻ സ്വീകരിച്ചോളും. നമ്മൾ ഭഗവാന് എന്തൊക്കെ കൊടുത്താലും ആത്മാർത്ഥതയായിട്ട് കൊടുക്കണം. യോഗിനി ഏകാദശിയുടെ കഥയും പിന്നെ പാരണ വിടേണ്ട സമയം ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക. യോഗിനി ഏകാദശിക്ക് ഒരു കഥയുണ്ട്. കഥ നമുക്കൊന്ന് കേട്ടാലോ. യോഗിനി ഏകാദശി കുബേരനായിട്ട് ബന്ധപ്പെട്ടതാണ്. കുബേരനെ അറിയാലോ, സമ്പത്തിൻ്റെ ദേവനായിട്ടാണ് അറിയപ്പെടുന്നത്. സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ ഒരു കടുത്ത ശിവഭക്തനാണ്. അദ്ദേഹം എപ്പോഴും ശിവനെ ആരാധിക്കും. അദ്ദേഹം എല്ലാ ദിവസവും പുഷ്പം കൊണ്ട് ശിവനെ പൂജ ചെയ്യാറുണ്ട്. ഈ കുബേരന് ഒരു തോട്ടക്കാരനുണ്ട്. ആ തോട്ടക്കാരൻ്റെ പേര് ഹേമൻ എന്നാണ്. ഹേമൻ എല്ലാ ദിവസവും മാനസരോവരത്തിൽ പോയിട്ട് പൂക്കൾ ശേഖരിച്ച് വരും. എന്നിട്ട് ആ പൂക്കൾ കുബേരന് കൊടുക്കും. എന്നിട്ട് ആ പൂക്കൾ വെച്ചിട്ടാണ് കുബേരൻ ശിവന് പൂജകൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും മുടങ്ങാതെ പൂജ ചെയ്യും. ഒരു ദിവസം ഹേമൻ കുബേരനെ പൂക്കൾ കൊടുക്കാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഹേമൻ ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു. അപ്പോൾ ആ തിരക്കിൽ പൂക്കൾ കൊടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അത്രയും കടുത്ത ഭക്തനായ കുബേരന് ഒരു ദിവസത്തെ പൂജ മുടങ്ങി. കുബേരന് ഒരു ദിവസത്തെ പൂജ മുടങ്ങിയപ്പോൾ ദേഷ്യത്തിൽ ക്രോധം സഹിക്കാൻ പറ്റിയില്ല. കുബേരൻ ഹേമനെ ശപിച്ചു. നീ കുഷ്ഠരോഗിയായി മാറട്ടെ. നീ നിൻ്റെ ഭാര്യ കാരണമാണല്ലോ പുഷ്പങ്ങൾ കൊണ്ടുവരാൻ മറന്നുപോയത്. അപ്പോൾ ആ ഭാര്യയിൽ നിന്ന് നീ അകന്നു നിൽക്കട്ടെ. എന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് ഹേമൻ പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം കാട്ടിൽ ജീവിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം മാർക്കണ്ഡേയ മുനിയുടെ ആശ്രമം കാണുകയുണ്ടായി. മാർക്കണ്ഡേയ മുനിയും കടുത്ത ശിവഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഹേമൻ തൻ്റെ കഥകളൊക്കെ മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി ഹേമനോട് പറഞ്ഞു, യോഗിനി ഏകാദശി എടുത്താൽ മതി, അങ്ങയുടെ എല്ലാ രോഗങ്ങളും മാറിക്കോളും. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞ പ്രകാരം അദ്ദേഹം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് വ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗമൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ പിന്നീടുള്ള കാലം ഒക്കെ ചിലവഴിച്ചു. യോഗിനി ഏകാദശിയുടെ പാരണ വീടേണ്ടത് 23-ാം തീയതിയാണ്. സമയം രാവിലെ 6:05 മുതൽ 10:20 വരെയാണ്. അപ്പോൾ യോഗിനി ഏകാദശി എടുത്താൽ ത്വക്ക് രോഗമെന്ന് വെച്ചാൽ സ്കിന്നിന് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഏകാദശി വ്രതം എടുക്കുക.